എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. വേദ മുറി വന്നിട്ട് ഇറങ്ങി പോകാൻ സമയത്ത് വിക്രം പറഞ്ഞു, വേദ ഒരു മിനിറ്റ് എന്ന് പറയാണ്. എന്താ എന്താ വിക്രം എന്ന് ചോദിക്കണം. കാരണം വിക്രത്തിന്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ വേദയ്ക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ വിക്രത്തിന് തന്നോട് പറയണമെന്നുണ്ടെന്നുള്ള കാര്യം. എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അതെ ഇവിടെ ഒന്ന് ഇരിക്കാവോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം. പിന്നീട് വേദ എവിടെ ഇരുന്ന് ഇപ്പൊ വിക്രം പറഞ്ഞു, നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്, നീ നല്ലൊരു പെൺകുട്ടിയാന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ തന്നെ മനസ്സിലായതാ. അതുകൊണ്ടാണ് വേദ ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ തന്നെ ശ്രമിച്ചേ. ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു, ഇതാണോ വലിയ കാര്യം, ഇത് പറയാനായിട്ടാണോ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയെന്ന് ചോദിക്കാം. അതല്ല വേദ, എന്നെ മനസ്സിലാക്കണം, ഞാനൊരു ഗുണ്ടയാണ്. അറിയാലോ എന്റെ സ്വഭാവത്തെക്കുറിച്ച് ഈ വീട്ടിലെല്ലാരും പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണ് വിക്രം പറഞ്ഞേ. ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എത്ര തല്ലിപ്പൊളിയാണെങ്കിലും നിങ്ങൾ എന്റെ ഭർത്താവാണ്, എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാന്ന് പറയാണ്. വേദ ഞാൻ പറയുന്ന ആദ്യം ഒന്ന് കേൾക്ക്. ഞാൻ ആ വളയെടുത്തെന്ന് പറഞ്ഞപ്പോ തന്നെ വേദ ഓർത്തില്ലേ, വേദയോട് പറയാതെ എടുത്തു കഴിഞ്ഞപ്പം അത് ഞാൻ വേറെ എന്തോ കാര്യത്തിന് മോഷ്ടിച്ചാന്ന്. ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ വിക്രം അങ്ങനെ മോഷ്ടിക്കില്ല എന്ന് എനിക്കറിയാം. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതും പോരെ, എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമെന്ന് പറയണം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ആ വള ഞാൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് വിശ്വസിച്ച രണ്ടാൾക്കാരിൽ ഒരാൾ വേദയും പിന്നെ ഒന്നെന്റെ അമ്മയാന്ന് പറയണം. എനിക്കറിയാം, വേദ കുറഞ്ഞ സമയം കൊണ്ട് എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. വേദ പറഞ്ഞു, എനിക്കറിയായിരുന്നു വിക്രം അത് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തേലും വ്യക്തമായ കാരണം ഉണ്ടാവുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കായിരുന്നേ. പക്ഷെ നമ്മൾ രണ്ടുപേരും ഒരേ മനസ്സാന്ന് തോന്നുന്നേ. കാരണം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് വേദയ്ക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ജീനിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു പറയണം. അല്ല വിക്രം, ഞാനൊന്ന് ചോദിച്ചോട്ടെ. വിക്രം പഠിക്കാൻ ക്ലാസ്സിൽ ഭയങ്കര മിടുക്കനായിരുന്നു കേട്ടു. ഇവിടെ ശ്രീ ചേച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ ഇങ്ങനെയായി പോയത്? ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചൂടെ? ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുക. ഇത് കേട്ടം വിക്രം ഒന്നും മിണ്ടിയില്ല. അല്ല, അച്ഛന്റെ കാര്യം അറിയാലോ, അച്ഛന്റെ പ്രതീക്ഷകൾ കുറെ ഉണ്ടായിരുന്നു വിക്രത്തെ കുറിച്ചുള്ള. ഇപ്പൊ പ്രതീക്ഷകളൊന്നുമില്ല. അച്ഛനും വിക്രവും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്ന എനിക്ക് അറിയാനായിട്ട് സാധിച്ചേ. ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തു പറ്റി വിക്രത്തിന്റെ ജീവിതത്തില്? ഇത് കേട്ടതും വിക്രം ഒന്നുമില്ലാന്ന് പറയാണ്. എന്നോട് പറയാൻ മടിയുണ്ടേ പറയണ്ടെന്ന് പറയാണ്. പിന്നീട് വിക്രം പറഞ്ഞു, പറയാൻ മടിയുണ്ടോന്ന് ചോദിച്ചാ അങ്ങനൊന്നും ഇല്ല എന്ന് പറയാണ്. പിന്നീട് വിക്രം പറയാ, എന്റെ ജീവിതത്തില് കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറെ സംഭവവികാസങ്ങൾ. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെയായി തീർന്നേ. അതൊരു പക്ഷെ പുറത്ത് ആരോടും പറയാനായിട്ട് ഞാൻ മടിക്കുന്ന കാര്യങ്ങളാന്ന് പറയാം. അതെന്താ എന്നോട് പറയാൻ മടിയുണ്ടോന്ന് ചോദിക്കാം. അങ്ങനെയൊന്നുമില്ല, എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരി എനിക്കും ഉണ്ടായിരുന്നു എന്റെ ജീവിതത്തിൽ മുമ്പെന്ന് പറയണം. ഇത് കേട്ടതും വേദ വെച്ച് എന്നിട്ട് അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. വിക്രം ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് വിക്രത്തിന്റെ മൂടം കൊണ്ട് മാറി. എന്തേലും എന്നോട് തുറന്നു പറയാണ്ട് വിക്രം പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. അത് ശരിയാവത്തില്ല എന്ന് പറയാണ്. ആ സമയത്ത് തന്നെ വേദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യം വിക്രത്തിന്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് തിളച്ചു പൊങ്ങുന്നുണ്ട്. തന്നോട് പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാനായിട്ട് സാധിക്കുന്നില്ല. ആരുടെയോ കാര്യം പറയാൻ വന്ന ഒരു പക്ഷെ വിക്രം ഇങ്ങനെ ആയതിന്റെ പിന്നിലുള്ള ചരിത്രമായിരിക്കും അവന് പറയാനുള്ളത്. വിക്രത്തിന് നന്നായിട്ടറിയാം വേദ നല്ല കുട്ടിയാന്നുള്ള കാര്യം. ഒരു പക്ഷെ വിക്രത്തിന് യോജിക്കാത്തൊരു പെണ്ണാന്നുള്ള ചിന്തയാണ് അവന്റെ മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് വിക്രം പറഞ്ഞു, അതെ ശരി, ഇപ്പൊ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോവാണ്. പെട്ടെന്ന് വേദ കയ്യിലേക്ക് കയറി പിടിച്ചു. വിക്രം, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറ. ഇങ്ങനെ എത്ര നാളെന്ന് വെച്ചാൽ മുന്നോട്ട് പോന്നേ? അച്ഛന്റെ സ്വപ്നങ്ങളൊക്കെ അറിയാലോ. ഒരു ജോലി വേണ്ടേന്ന് ചോദിക്കുക. ജോലി, ആ കാര്യത്തെക്കുറിച്ചൊന്നും ഞാനിപ്പോ ചിന്തിക്കുന്ന പോലും ഇല്ലെന്ന് പറയാ. അങ്ങനെ ചിന്തിക്കാതിരുന്നിട്ട് എന്താ? അച്ഛന്റെ കാര്യം അറിയാലോ, പ്രായമായിട്ട് വരുക. അച്ഛനൊരു തണലാവണ്ടേ? വിനയേട്ടന്റെ കാര്യം അറിയാം, അതുപോലെ തന്നെ വിശ്വേട്ടന്റെ കാര്യം അറിയാം. അച്ഛന് ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിട്ടും തളർന്ന് വീണു പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന്റെ കാര്യം ആര് നോക്കുന്ന വിക്രം ആലോചിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അത് കേട്ടതും വിക്രം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു വന്നു. അതുകൊണ്ടാ പറയുന്നത്, എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി സമ്പാദിക്കണം. നല്ല പഠിപ്പും വിവരമൊക്കെ ഉള്ള ആളല്ലേ, അതൊക്കെ വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു ജോലിക്ക് ട്രൈ ചെയ്ത് കൂടെന്ന് ചോദിക്കുക. ഇതേട്ടൻ വിക്രം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്ന പോലും ഇല്ലാന്ന് പറഞ്ഞ് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. വേദയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല. വേദ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിയുമ്പത്തേനും ശ്രീ ചേച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വേദ എന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീ ചേച്ചി, ഈ വിക്രത്തിന് ഇത് എന്താ പറ്റിയെന്ന് ചോദിക്കുക. അതെന്താ വേദ നീ അങ്ങനെ പറഞ്ഞേ? വിക്രത്തിനോട് എന്തൊക്കെയോ പറയാണ്ടെന്ന് തോന്നി, പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാ. എങ്ങനെ വിക്രത്തിന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നേ? ഇത് കേട്ടതും ശ്രീ ചേച്ചി പറഞ്ഞു, അതെ
ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിക്രം. ഈ വീട്ടിലെ എല്ലാമായിരുന്നു. എല്ലാവരുടെയും കണ്ണിലുണിയായിരുന്നു. എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു. ആർക്ക് എന്ത് സഹായം വേണ്ടി വന്നാലും ചെയ്തു കൊടുക്കും. ഇന്ന് തന്നെ കണ്ടില്ലേ ജീവന വന്നിട്ട് ചെയ്തേ. അതുപോലെ തന്നെയാ ഒരാളെ സഹായിക്കാനായിട്ട്, അവരെ രക്ഷിക്കാനായിട്ട് എന്ത് ത്യാഗം ചെയ്യുന്നവനാ വിക്രം. പക്ഷേ എങ്കില് എന്ന് പറഞ്ഞ് നിർത്തുവാണ്. എന്താ എന്താ ചേച്ചി പറ്റിയത്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ നിലയിലേക്ക് വിക്രം എത്തണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ രഹസ്യം കാണും. വിക്രത്തിനോട് ചോദിച്ചിട്ട് വിക്രം പറയണില്ല. അതാ ഞാൻ ചേച്ചിയോട് ചോദിച്ചെന്ന് പറയണം. ഇത് കേട്ട ശ്രീജ പറഞ്ഞു, എനിക്കത് പറയാൻ പറ്റില്ല വേറെ. കാരണം അറിയാലോ, അമ്മ മുമ്പ് എന്നെ വിലക്കിയിട്ടുണ്ട്, ഒന്നും പറയരുതെന്ന്. ഇനി ഞാനായിട്ടൊന്നും പറയത്തില്ല. വിക്രം തന്നെ എപ്പോഴേലും സാവകാശം പറയായിരിക്കും. ആ സമയത്ത് വേദ അറിഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിക്രം ഈ കാണുന്ന പോലെ ഒന്നുമല്ല. ഈ പുറമേ കാണുന്ന പരുക്ക സ്വഭാവമൊക്കെ ഉള്ളൂ. പക്ഷെ ആള് പാവാന്ന് പറയണം. വേദ പറഞ്ഞു, അതെനിക്ക് മുമ്പേ മനസ്സിലായ കാര്യം വെച്ചി. എനിക്ക് വിക്രത്തെക്കുറിച്ച് ആദ്യമൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ടുണ്ടെന്ന് പറയാണ്. പിന്നീട് രാധയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായിട്ട് വരുവാണ്. അപ്പൊ രാധയ്ക്ക് പോലും അറിയത്തുണ്ടായിരുന്നില്ല ആ കാര്യങ്ങളൊന്നും. കാരണം രാധയുടെ അമ്മയും അച്ഛനും ചേർന്നൊരു തീരുമാനം എടുത്തു. വിക്രത്തിന്റെ കല്യാണം കഴിഞ്ഞു, ഇനിയിപ്പൊ ആർക്ക് വേണ്ടി അവളെ കാത്തിരിക്കണം? ഇവളെ എങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ഓരോ ദിവസം ചെല്ലുന്നതോറും ടെൻഷൻ കൂടി വരത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രോക്കറോട് പറഞ്ഞ് ഒരാലോചന കൊണ്ടിരുന്നത്. അങ്ങനെ അവർ പെണ്ണ് കാണാനായിട്ട് വന്നു. പെണ്ണ് കാണാൻ വന്നു കഴിയുമ്പോഴത്തേനും ചായയൊക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. ഈ സമയത്താണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത്. രാധ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് വരുന്ന വഴിയാണ്. പിന്നീട് രാധയുടെ അമ്മ ഇതാണ് പെൺകുട്ടി എന്ന് പറയാണ്. അപ്പം പയ്യൻ നോക്കുന്നുണ്ട് രാധേനെ. അപ്പൊ രാധ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി. രാധയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവനെ അങ്ങോട്ട്. പിന്നീട് പറഞ്ഞു, അല്ല പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ടോന്ന് അറിയത്തില്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ ചോദ്യം കണ്ടപ്പോൾ രാധ പറഞ്ഞു, അതെ അത് പിന്നെ കൂടുതലൊന്നും ചോദിക്കാനില്ല. എനിക്കൊരു കല്യാണാലോചന ആയിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരേണ്ട കാര്യമില്ല. പിന്നീട് രാധയുടെ അമ്മയോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആരോട് ചോദിച്ചിട്ടാ ഈ ബന്ധമായിട്ട് ഇങ്ങോട്ട് വന്നേ? എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറയണം. എന്താ രാധ എന്താ പറയണെന്ന് ചോദിക്കുക. പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് ഈ ബന്ധത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞിട്ട് രാധ നേരെ ഓട്ടോ എടുത്തോണ്ട് പോവാണ്. ബ്രോക്കർ പറഞ്ഞു, അല്ല ചേച്ചി പറഞ്ഞിട്ടല്ല ഞാൻ ഈ ആലോചന കൊണ്ടുവന്നേ. മോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ വെറുതെ വീട്ടിൽ വിളിച്ചിട്ട് അപമാനിക്കുവാണോ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് അവരിറങ്ങി പോവാണ്. ഇതിൽ ഒരു നാണക്കേട് രാധയുടെ അമ്മയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു. അവർക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഒരു പക്ഷേങ്കില് രാധ ഇപ്പോഴും വിക്രത്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ മാറണമെങ്കിൽ വിക്രമും ഇപ്പോഴത്തെ അവളുടെ ഭാര്യയും തമ്മിൽ സ്നേഹത്തിലാണ്. അവർ ഒന്നിച്ചാൽ ജീവിക്കണം എന്നുള്ള ചിന്തയൊക്കെ രാധയുടെ മനസ്സിലുണ്ടാവണം. എങ്കിൽ മാത്രം ഇനിയിപ്പം അവളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലായി. പിന്നീട് രാധയുടെ അമ്മ നേരെ കാണാൻ പോകുന്ന ശ്രീനിവാസ് സാറിനെയാണ്. ശ്രീനിവാസ് സാറിനെ കണ്ട് രാധയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ പറയണം. സാറിനറിയാലോ, എനിക്ക് ഒറ്റ മോളുള്ള ആണായിട്ടും പെണ്ണായിട്ടും. അവള് വിക്രത്തെ ഒത്തിരി മോഹിച്ചിരുന്ന ആ സമയമാണ് വിക്രം വേദന നമ്മളെ കല്യാണം കഴിഞ്ഞ്. പക്ഷെ ഇപ്പൊ അവളൊരു ആലോചനയ്ക്ക് പോലും തയ്യാറാവുന്നില്ല. എത്ര കാലം എന്ന് വെച്ചാ സാറേ ഞങ്ങള് അവളെ ഇങ്ങനെ നിർത്തുന്നേ? കുറെ കാലം കഴിയുമ്പോൾ ഞങ്ങൾക്ക് പ്രായമാവും. പ്രായമായിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കൊരു തുണ വേണ്ടേ? അവളിങ്ങനെ നിന്നിട്ടുണ്ട് എങ്ങനെ ശരിയാവണേ? സാറ് ആ വിക്രത്തെയോ വിളിച്ചൊന്ന് ഉപദേശിക്കാൻ പറയണേ. അല്ല ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയണേ? സാറിന് എന്ത് വേണം ചെയ്യാം. അവനോട് പറ, എങ്ങനെയാലും ഒന്ന് രാധേനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ. എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനത് കേൾക്കാനും പോകുന്നില്ല. അതോടൊപ്പം തന്നെ രാധ അത് മതി അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. സാറിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രാധയുടെ അമ്മ പോരുവാണ്. പിന്നീട് ശ്രീനിവാസ് സാറ് വിക്രത്തിനെ വിളിപ്പിക്കുവാണ്. വിക്രത്തിനെ വിളിപ്പിച്ച സാറിനോട് വിക്രം എന്താ സാറേ എന്താ വിളിപ്പിച്ചതെന്ന് ചോദിക്കുക. അതെ എനിക്ക് നിന്നോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയണം. എന്താ സാറ് പറഞ്ഞോ? അത് പിന്നെ നിനക്ക് ആ രാധനെ അറിയാൻ പാടില്ലെന്ന് നിൽക്കും. അത് പിന്നെ അറിയാം. അല്ല അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്ന കാര്യം അറിയാവോ? അതും അറിയാന്ന് പറയാണ്. അതെ അവൾക്ക് കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നിനും സമ്മതിക്കുന്നില്ലെന്ന് പറയാ. എന്റെ സാറേ അതിന് അവൾക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവളെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു പറയാ. ഞാൻ അവളെ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലെന്ന് പറയാ. ഞാൻ അവളെ ഒരു പെങ്ങളെ പോലെയാ കണ്ടേന്ന് പറയാ. അത് പറഞ്ഞിട്ട് കാര്യമില്ല വിക്രം. അവൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ അവൾക്ക് കല്യാണാലോചന വന്നിട്ട് അവള് വേണ്ടാന്ന് വെച്ചോണ്ടിരിക്കുന്നത്. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനൊരു കാരണക്കാരനാണോന്ന് ചോദിക്കുക. അതെ നീ ഒരു കാരണക്കാരൻ തന്നെയാണ്. ഒരുപക്ഷെ ഇപ്പോഴും അവള് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കും നിന്നില്. അതുകൊണ്ടായിരിക്കും നിന്നെ ചിലപ്പോൾ സ്വന്തമായി കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് അവള് കാത്തിരിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. നീയും വേദയും തമ്മില് അടുപ്പത്തിലാന്ന് അവളെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ തമ്മിൽ ഒന്നിച്ചാ ജീവിക്കണമെന്ന് അവൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവൾ ഇനിയിപ്പോ ഈ നീയുമായിട്ടുള്ള ബന്ധത്തിന് പിന്മാറുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ടൻ വിക്രം ഞെട്ടി. അതിനിപ്പം ഞാന് പറഞ്ഞു കേട്ടല്ലോ, നീയും വേദയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കണം. അത് കണ്ടാൽ മാത്രം ഇനിയിപ്പം അവൾക്കൊരു മാറ്റം ഉണ്ടാവുമെന്ന് പറയാണ്. വിക്രത്തിന് തലയിലൊരു ഇടുത്തി വീണ പോലെ പോയി. എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്നറിയത്തില്ലാത്തൊരവസ്ഥ. രാധ കാണും ഇപ്പൊ പെട്ടുപോയൊരവസ്ഥയിലായി പോയി വിക്രം. പിന്നീട് വിക്രം വീട്ടിലേക്ക് ഇങ്ങനെ ആലോചനയോടെ വരുവാണ്. ഇനിയിപ്പൊ അവളുടെ അടുത്ത് പോയിട്ട് എന്ത് പറയും?
ശ്രീനിവാസ് സാറ് പറഞ്ഞ കാര്യം അംഗീകരിക്കാനും പറ്റില്ല, അംഗീകരിക്കാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. താൻ കാരണം രാധയുടെ ജീവിതം കൂടെ നശിച്ചാ ഇനിയിപ്പൊ അത് തനിക്ക് വലിയ വിഷമായി തീരും. അവള് പാവാണ്, തന്നെ മാത്രം വിശ്വസിച്ച് അല്ലെ തന്നെ മാത്രം സ്നേഹിച്ച് ഇത്രയും കാലം വന്നതാണ്. പക്ഷെ താൻ അവൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു ഒരു കുഴിയിലേക്ക് വിക്രം വീണു പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.